സിനിമയുമായി യാതൊരു പാരമ്പര്യവുമില്ലാതെ നടനായി ഇപ്പോൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടൻ ഷൈൻ ടോം ചാക്കോ. അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങി പിന്നീട് ജൂനിയർ ആർട്ടിസ്റ്റായും ഒടുവിൽ നായകനായിട്ടും ഷൈൻ വളർന്നു. സിനിമയിലേക്കുള്ള തൻ്റെ യാത്ര എളുപ്പമായിരുന്നില്ലെന്ന് പറയുകയാണ് നടനിപ്പോൾ. ഷൈൻ അഭിനയിച്ച 100ാമത്തെ സിനിമ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം നടനെ ആദരിക്കുന്ന ചടങ്ങ് കൂടി നടത്തിയിരുന്നു. ഈ വേദിയിൽ സംസാരിക്കവേ തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചിരിക്കുകയാണ് നടൻ. ചെറുപ്പം മുതലേ പടത്തിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്ന ആളാണ് ഞാൻ. അന്ന് സ്കൂൾ യുവജനോത്സവങ്ങളിൽ നിന്നും കുട്ടികളെ സംവിധായകർ സിനിമയിലേക്ക് എടുക്കുമെന്ന് കേട്ടതോടെയാണ് ഞാനും മോണോ ആക്റ്റും കഥാപ്രസംഗവും ഒക്കെ പഠിക്കാൻ തുടങ്ങിയത്. തന്നെ മോണോ ആക്ട് പഠിപ്പിച്ച ആളെയും ഷൈൻ പുറം ലോകത്തിന് പരിചയപ്പെടുത്തി. ആദ്യം എന്നെ മലയാളം പഠിപ്പിച്ചു. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിരുന്നതുകൊണ്ട് തനിക്ക് മലയാളം അറിയില്ലായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അവിടെ നിന്നും പുറത്താക്കിയെന്ന് തമാശ രൂപേണ ഷൈൻ പറയുന്നു. സ്കൂൾ പഠനം കഴിഞ്ഞതോടെ ഞാൻ പഠിച്ച് മുന്നോട്ട് പോകില്ലെന്ന് മമ്മിക്ക് മനസ്സിലായി. +2 പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലമായി ഇരിക്കുമ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, നീ സാറിനെ പോയി ഒന്ന് കാണണം, സിനിമയിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ലെന്നും മമ്മി പറഞ്ഞു. അതിനുശേഷം അമ്മ അറിയാതെ കറുത്ത പാനലിൽ മോണോ ആക്ട് ഫസ്റ്റ്, കഥാപ്രസംഗത്തിന് ഫസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുള്ള ഒരു സാധനമുണ്ട്. അതും പിടിച്ച് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കയറി. കമൽ സാറിൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരൊക്കെ അവിടെ കൊണ്ടുനാക്കും. അവിടെ ചെന്നപ്പോൾ സബൂറ ആൻറ്റിയാണ് കണ്ടത്. അവിടുന്ന് സാറിൻ്റെ നമ്പർ കിട്ടി. ആകെയുള്ളൊരു നമ്പറിൽ നിന്നും അവസരമുണ്ടോയെന്ന് ചോദിച്ച് വിളിക്കും. കിട്ടുന്നത് ആൻറ്റിയായിരിക്കും. സാറില്ലെന്നും പുറത്ത് പോയെന്നുമുള്ള മറുപടിയാണ് തിരികെ ലഭിക്കാറുള്ളത്. സ്കൂളിൽ പരീക്ഷ എടുക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് കമൽ സാറിനെയാണ്. സിനിമയിൽ കമൽ സാറുണ്ട്, അദ്ദേഹത്തിന് അടുത്തെത്തിയാൽ സിനിമയിലേക്ക് കടക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പൊന്നാനിയിൽ ജനിച്ച എനിക്ക് മദ്രാസിലും കൊച്ചിയിലുമൊക്കെയുള്ള സിനിമയിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് വലിയ ധാരണയില്ലായിരുന്നു. ഗൃഹലക്ഷ്മിയിലും വനിതയിലുമൊക്കെ വരുന്ന ലാലു ചേട്ടൻ്റെയും പപ്പു ചേട്ടൻ്റെയും ദിലീപ് ചേട്ടൻ്റെയും ഒക്കെ ഇൻ്റർവ്യൂ വായിക്കും. അവരൊക്കെ കമലിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് സിനിമയിൽ കയറിയത്. അങ്ങനെയാണ് ദിലീപേട്ടനെയൊക്കെ പോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയാൽ സിനിമയിൽ കയറിക്കൂടാമെന്ന് അറിയുന്നത്. സംവിധായകനാകാൻ വേണ്ടിയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൽ നടനാവണമെന്ന ആഗ്രഹമാണ്. അങ്ങനെ കമൽ സാറിൻ്റെ അസിസ്റ്റന്റ് ആയാൽ ദിലീപിനെ പോലെ നടനാകാമെന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിലേക്ക് പോയി. സാറിനോട് ചാക്കോ ചേട്ടൻ്റെയും മരിയ ചേച്ചിയുടെയും മകനാണെന്നും പൊന്നാനിയിലുള്ള ഷൈൻ ആണെന്നും പരിചയപ്പെടുത്തി. പിന്നീട് അദ്ദേഹം അടുത്ത സിനിമയിൽ നോക്കാമെന്നും പോയി പരീക്ഷ എഴുതാനും പറഞ്ഞു. അങ്ങനെ +2 പരീക്ഷ എഴുതിയതിനു ശേഷം നമ്മൾ എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് വന്നു. വീണ്ടും എന്നെ കണ്ടതോടെ ഇവിടെ എന്തിനാണ് വന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടറായി വന്നോളാൻ പറഞ്ഞിരുന്നുവെന്ന് പറഞ്ഞപ്പോൾ ആള് കൂടുതലാണെന്നും വേറൊരാൾ വന്നിട്ടുണ്ടെന്നും കമൽ സാർ പറഞ്ഞു. തനിക്ക് വേണ്ടി വേറെ ചിലവൊന്നും നോക്കേണ്ടതില്ലെന്നും ഒരു കുഴപ്പമുണ്ടാക്കാതെ ഇവിടുന്നോളാം എന്നുമൊക്കെ പറഞ്ഞ് അവിടെ കൂടി. പിറ്റേന്ന് രാവിലെ സുഗതൻ ചേട്ടൻ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തും. ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് പയ്യനാണെന്ന് അദ്ദേഹം വിചാരിച്ചത്. അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ അത് നീയായിരുന്നോ എന്ന് ചോദിച്ച് എന്നെ കൂടെ കൂട്ടി. അങ്ങനെയാണ് ആ സെറ്റിൽ താൻ കയറിക്കൂടിയതെന്നും ഷൈൻ പറയുന്നു. സ്ക്രിപ്റ്റ് ബോക്സ് എടുത്തുകൊണ്ട് പോയിട്ടാണ് താൻ തുടങ്ങുന്നത്. ഇപ്പോൾ എൻ്റെ 100ാമത്തെ ചിത്രം എത്തിയിരിക്കുകയാണ്. വന്ന് 100 വയസ്സായതുപോലൊരു പ്രതീതിയാണ്. എല്ലാവരും എനിക്ക് 100 വയസ്സായതുപോലെയാണ് നോക്കുന്നത്. എന്തായാലും എല്ലാവർക്കും നന്ദി എന്നുമാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത്.